ബാലഗോപാൽ, നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മലവെള്ളം അങ്ങനെ ഒലിച്ചു വരുന്ന ഭാഗത്തിന് ഇരുവശവുമായി അവശേഷിക്കുന്ന ചില കെട്ടിടങ്ങളും കാണാം. അവിടെയും താമസക്കാരും മറ്റും ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ഈ പ്രദേശത്തുള്ളവരെയൊക്കെ മാറ്റി പാർപ്പിക്കാനൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സജ്ജീകരണം എങ്ങനെയാണ്? ഈ ദുരന്ത നിവാരണത്തിനുള്ള സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങൾ അതൊക്കെ എങ്ങനെയാണ്? മോത്തി, ഇന്നലെ ഈ ദുരന്തമുണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഹാർഷിൽ സൈനിക ക്യാമ്പിൽ നിന്ന് ഈ സൈനികർ അവിടെ എത്തുകയും ഗ്രാമത്തിൽ പിന്നീടുണ്ടായിരുന്ന ആൾക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയും ഹാർഷിൽ സൈനിക ക്യാമ്പിലേക്ക് അവരെ മാറ്റുകയുമൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പിന്നീടാണ് ഈ ഹാർഷിൽ സൈനിക ക്യാമ്പിന് സമീപത്ത് മറ്റൊരു മേഘവിസ്ഫോടനം ഉണ്ടായി എന്ന വാർത്തകൾ ഉണ്ടായത്. തുടർന്ന് ആ സൈനിക ക്യാമ്പിന് സമീപത്തൂടെ ഒഴുകുന്ന ഭഗീരഥി നദിയിൽ വലിയ തോതിലുള്ള ജലനിരപ്പ് ഉയരുകയും അവിടെയും ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഗംഗോത്രി മേഖലയിലേക്ക് ഇപ്പോൾ ഈ ആളുകളെ മാറ്റിയിരിക്കുന്നു എന്ന വാർത്തകളാണ് അല്ലെങ്കിൽ റിപ്പോർട്ടുകളാണ് പൊതുവെ ഈ പുതുതായി നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന കാര്യം. പക്ഷേ ഈ കുടുങ്ങിക്കിടക്കുന്ന മോത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാം, പല വീടുകളും കെട്ടിടങ്ങളും ഒക്കെ ഇപ്പോൾ ഈ ചെളിയിൽ ആഴ്ന്നു കിടക്കുന്ന അല്ലെങ്കിൽ ചെളി മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതിൻ്റെ അടിയിൽ ആളുകൾ ഉണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനമായും ഈ പരിശോധനയും മറ്റും നടക്കേണ്ടതായുള്ളത്. ആ പരിശോധനാ നടപടികളായിരിക്കും ഇന്ന് രാവിലെ മുതൽ സജീവമായി തന്നെ ആരംഭിക്കുന്നത്. 70ഓളം പേരെ കാണാനില്ല എന്ന റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. ഹെലികോപ്റ്റർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ, അങ്ങോട്ടേക്ക് ആളെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരെ എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് കാലാവസ്ഥ തടസ്സമാകുമോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെ? മോത്തി, ഉത്തരാഖണ്ഡിൽ ഇന്നലെ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ മോശം കാലാവസ്ഥയാണുള്ളത്. ഹാർഷിന് സമീപത്താണ് ഈ എയർ സ്ട്രിപ്പ് ഉള്ളത്. അവിടെയാണ് ഈ ഹെലികോപ്റ്ററിൽ ലാൻഡ് ചെയ്യേണ്ടത്. ചണ്ഡീഗഡിൽ സ്റ്റാൻഡ് ബൈ ആയി വ്യോമസേനയുടെ 4 ഹെലികോപ്റ്ററുകൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏത് ഘട്ടത്തിലും ഏത് സമയത്തും അതിൻ്റെ ഭാഗമാകുന്നതിനായി ഒരു സ്റ്റാൻഡ് ബൈ ആയി 4 ഹെലികോപ്റ്ററുകൾ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഹെലികോപ്റ്ററുകൾക്ക് ഉത്തരാഖണ്ഡിലെ ഹാർഷിൽ മേഖലയിൽ ഇപ്പോൾ ലാൻഡ് ചെയ്യുന്നതിന് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്. അതായത് ഈ കാലാവസ്ഥ മോശം കാലാവസ്ഥ ആയതിനാൽ തന്നെ അതിന് സാധിക്കുന്നില്ല എന്നാണ് വ്യോമസേനാ വൃത്തങ്ങളും മറ്റും പറയുന്നത്. കാലാവസ്ഥ അല്പം മെച്ചപ്പെട്ടാൽ ഉടൻ തന്നെ ഈ സൈനികരെയും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ മറ്റ് സാധന സാമഗ്രികളുമൊക്കെ അവിടെ എത്തിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ റോഡ് മാർഗമാണ് രണ്ടാമതായി എത്തിച്ചേരാൻ വേണ്ടി കഴിയുന്നത്. 2 തരത്തിൽ, ഒന്നിൽ ഹരിദ്വാർ ഋഷികേശ് വഴി ശ്രീനഗർ വഴി ഈ പ്രദേശത്തേക്ക് എത്താവുന്നതാണ്. അതല്ല എങ്കിൽ നേരത്തെ അർജുൻ പറഞ്ഞതുപോലെ തന്നെ അർജുൻ പോകുന്ന ഡെറാഡൂൺ മസൂറി വഴി ഹാർഷിൽ എത്താവുന്നതാണ്. ഇതിൽ ഒരു റോഡ്, അതായത് ഈ ഋഷികേശിൽ നിന്ന് ഈ ഹാർഷിലേക്ക് എത്താവുന്ന റോഡ് ഏറെക്കുറെ പല ഭാഗങ്ങളിലും വലിയ തോതിലുള്ള സാരമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലൂടെ ഈ സൈനികരെ മറ്റും അവിടെ എത്തിക്കുന്നതിന് ഉള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മസൂറി ഡനോൾട്ടി വഴി ഈ സൈനികരെ അവിടെ എത്തിക്കുന്നതിന് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരെ മറ്റും അവിടെ എത്തിക്കുന്നതിനുള്ള ഒരു നടപടികളിലേക്ക് ഇന്ന് രാവിലെ കടന്നേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനോടകം തന്നെ 211 അംഗ സംഘം ഡെറാഡൂണിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. അവരെ ഒരുപക്ഷെ അടുത്ത 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഹാർഷിൽ ധരാലി മേഖലയിൽ എത്തിച്ചേരുന്നതായിരിക്കും. തുടർന്ന് അവർ കൂടി ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നതോടുകൂടി ഈ രക്ഷാപ്രവർത്തനം അതിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നതായിരിക്കും. ഏതായാലും ഈ രക്ഷാപ്രവർത്തനം ഈ ഹെലികോപ്റ്ററിൽ കൂടുതൽ പേരെയും മറ്റും എത്തിക്കുന്നതിനുള്ള സാധ്യതകളും ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതിന് മോശം കാലാവസ്ഥ ഒരു കടുത്ത പ്രതിസന്ധിയായി നിലനിൽക്കുകയാണ്. ഏതായാലും കാലാവസ്ഥയിൽ നേരിയ പുരോഗതി ഉണ്ടായാൽ പോലും തങ്ങൾ ഈ വ്യോമസേനയുടെ ചണ്ഡീഗഡിൽ ഇപ്പോൾ ദുരന്തബാധിത പ്രദേശത്തേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ വഴികളും ഒരുപോലെ തകർന്നു കിടക്കുന്നില്ല എന്നതൊരു നേരിയ ആശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? പക്ഷെ അപ്പോഴും എല്ലാ ഭാഗത്തുകൂടെയും ഈ സഹായങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഈ റോഡ് തകർന്നു കിടക്കുന്നത് എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കുകയും ചെയ്യേണ്ടതില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ മോത്തി പറഞ്ഞത്. അതായത് ഈ രക്ഷാപ്രവർത്തകരെ അവിടെ എത്തിക്കുക എന്നത് അതൊരു വലിയ വെല്ലുവിളിയായി തന്നെ തുടരുകയാണ്. പക്ഷേ അല്പം ആശ്വാസകരമാകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപകടമുണ്ടായി, ഈ ദുരന്തമുണ്ടായതിൻ്റെ തൊട്ടടുത്താണ് ഒരു സൈനിക ക്യാമ്പ്, ഹാർഷിൽ സൈനിക ക്യാമ്പുള്ളത്. അതായത് ഗംഗോത്രിക്ക് സമീപത്തുള്ള ഈ സൈനിക ക്യാമ്പാണ്. അവിടെ നിന്ന് വളരെ അടുത്താണ്. 50-60 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇൻഡോ ചൈന ബോർഡർ ആണ്.
അതിർത്തിയാണുള്ളത്. ഹാർഷിൽ സൈനിക ക്യാമ്പിലെ മുഴുവൻ സജ്ജീകരണങ്ങളും ഈ രക്ഷാപ്രവർത്തനത്തിന് വിനിയോഗിക്കുന്നുണ്ട്. ഒരു കേണലിൻ്റെ നേതൃത്വത്തിലാണ്, കേണൽ ഹർഷവർദ്ധൻ്റെ നേതൃത്വത്തിലാണ് ഇന്നലെ രാത്രി മുഴുവൻ സൈന്യം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നത്. രജപുട്ടാന റൈഫിൾസിൻ്റെ വളരെ ശക്തമായ ഇടപെടൽ, അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ അവരുടെ ശക്തമായ പങ്ക് ഇതിനോടകം തന്നെ ഉണ്ട്. ITBP-യെയും, അതായത് അതിർത്തിയിൽ പോസ്റ്റ് ചെയ്യുന്നതിനായുള്ള ITBP-കാരുടെ ഒരു വിഭാഗവും ഈ ഹാർഷിലിന് സമീപത്തുണ്ടായിരുന്നു. അവരിൽ 46 സംഘത്തിനെയും നിലവിൽ ഈ രക്ഷാപ്രവർത്തനത്തിനായി വിന്യസിച്ചിട്ടുണ്ട്. ITBP-യുടെയും സൈന്യത്തിൻ്റെയും രക്ഷാപ്രവർത്തനമാണ് ഇതുവരെ നടന്നിരുന്നെങ്കിൽ ഇന്ന് രാവിലെയോടുകൂടി SDRF-ൻ്റെ, അതായത് സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ ഭാഗമായിട്ടുള്ള കൂടുതൽ പേര് അവിടെ എത്തുന്നതായിരിക്കും.